ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഒരു മലയാളത്തിലെ വോയിസ് ഇട്ടിട്ടുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സ്ക്രിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. ഗായ്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രിബിൾ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് നമുക്ക് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. സോ ഗായ്സ്, ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇവിടെ ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂടുതൽ വീഡിയോസും ഡാൻസുമായി റിലേറ്റഡ് ആണ്. കാരണം ഡാൻസിൽ മൂവ്മെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ പൊളിയായിരിക്കും. സോ ഇത്തരത്തിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായി നമുക്ക് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ആണ് എഡിറ്റിംഗിൽ വീഡിയോ ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഞാൻ മുമ്പ് എഡിറ്റ് ചെയ്തൊരു വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇത് ഞാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഞാനൊരു ടൈം പാസിന് വേണ്ടി എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലസ് ബട്ടൺ ഞെക്കിയതിന് ശേഷം വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡിയയിൽ നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ചാർലി പുത്തിൻ്റെ അറ്റൻഷൻ എന്ന വീഡിയോ സോങ് ആണ് സെലക്ട് ചെയ്യുന്നത്. സോ ഗൈസ്, മാർക്ക് ചെയ്ത വീഡിയോ നമുക്കിവിടെ ട്രിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ ആപ്പ് തരുന്നുണ്ട്. ട്രിം ചെയ്തതിന് ശേഷം ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന റൈറ്റിൻ്റെ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഇമ്പോർട്ട് ആകുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ഇമ്പോർട്ടിങ് എന്നത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഈ ഹോൾ വീഡിയോ അവർ ഫ്രെയിമുകളായി തിരിക്കേണ്ട ഒരു പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ താഴെ നോക്കിയാൽ മനസ്സിലാവും ഈ വീഡിയോ മൊത്തം ഫ്രെയിമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പർട്ടിക്കുലർ ഫ്രെയിം എടുത്തതിന് ശേഷം ഇത്തരത്തിലൊരു സർക്കിളോ മറ്റെന്തെങ്കിലും വരയ്ക്കുക. ശേഷം നെക്സ്റ്റ് ഫ്രെയിം എടുത്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരയ്ക്കുക. ഇത് ശരിക്കും ഒരു കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ഫ്രെയിമിലും അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ നീക്കി കൊടുക്കേണ്ടതാണ്. മാത്രമല്ല ഗൈസ്, നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു ഫ്രെയിമിൽ വരച്ചത് അതുപോലെ തന്നെ അടുത്ത ഫ്രെയിമിലും കൂടി ആഡ് ചെയ്യുവാനായിട്ട് കോപ്പി എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിനായിട്ട് നമ്മൾ ആ ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം കോപ്പി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഫ്രെയിമിൽ പോയി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പേസ്റ്റ് എന്ന ഓപ്ഷൻ അടിക്കുക. സോ കഴിഞ്ഞ ഫ്രെയിമിലുള്ള അതേപോലത്തെ ചിത്രം തന്നെ അടുത്ത ഫ്രെയിമിൽ വരുന്നതായിരിക്കും. സോ ബാക്കിയുള്ള നമുക്ക് ആഡ് ചെയ്ത് ചേർക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ മൊത്തം വരച്ചത് വീണ്ടും വരയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല.
സോ ഫ്രണ്ട്സ്, നമുക്കിനി ലൈനിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഗൈസ്, നെക്സ്റ്റ് കളർ ആഡ് ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കളർ തിക്നെസ് കുറയ്ക്കണോ കൂട്ടണോ എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനത് കുറച്ചിട്ടു. സോ ഫ്രണ്ട്സ്, ഞാൻ ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡെമോ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സോ
സോ നമ്മുടെ ഈ ഡെമോ വീഡിയോ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്കിനി ഫസ്റ്റ് മുതൽ ഇത് പ്ലേ ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ ഈ ആപ്പിനെ കുറിച്ചൊരു ഐഡിയ വന്നിട്ടുണ്ടാകും. നമ്മൾ ഫോൺ ഉപയോഗിച്ച് തന്നെ എത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോ ഇത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ.